എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫാമിലിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മറൈൻ വേൾഡിലേക്കാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമാണ് മറൈൻ വേൾഡ്. ഇത് നമ്മുടെ ചവക്കാട് തന്നെ, തൃശ്ശൂരാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫാമിലിയുടെ വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ പറഞ്ഞിരുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. പഞ്ചവടി ബീച്ചിൻ്റെ അടുത്താണ് ഈ മറൈൻ വേൾഡ് വരുന്നത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പുറത്ത് വിശാലമായ ഒരു സ്ഥലം തന്നെയുണ്ട്. ഇവിടെ വരുന്നവർക്ക് വെറുതെ അക്വേറിയം കണ്ടു പോകാം എന്നുള്ളൊരു ധാരണയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. വേറെയും കുറേ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹൊറർ ഹൗസ് ഉണ്ട്, മിറർ മെയ്സ് ഉണ്ട്, ബേഡ്സ് പാർക്ക് ഉണ്ട്. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും നമുക്ക് ബേഡ്സിനെയൊക്കെ കയ്യിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് എൻട്രി ഫീ ആണ് കേട്ടോ. പിന്നെ 16D സിനിമയുണ്ട്. 16D സിനിമയിൽ നമ്മൾ എല്ലാവർക്കും അറിയായിരിക്കും, സിനിമ കാണുമ്പോൾ നമ്മൾ സീറ്റും മൂവ് ചെയ്യും. പിന്നെ റിയൽ ലൈഫിലെ പോലെ വാട്ടർ സ്പ്ലാഷ് ഒക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ അക്വേറിയം മാത്രമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിൻ്റെ എൻട്രി ഫീ വരുന്നത് 400 റുപ്പീസാണ് പെർ പേഴ്സൺ വരുന്നത്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അതായത് എബോവ് 60 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 350 റുപ്പീസ് എന്തോ ആണ്. പിന്നെ ബിലോ 95 സെൻറ്റിമീറ്റർ താഴെയുള്ള കുട്ടികളാണെങ്കിൽ എൻട്രി ഫ്രീ ആണ്. പക്ഷേങ്കിൽ 95 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 250 റുപ്പീസാണ് വരുന്നത്. അത് അവരവിടെ മെഷർ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഈ പുറത്തെ തിരക്ക് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് കുറേ സ്കൂൾ കുട്ടികൾ അന്ന് എക്സ്കർഷന് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസൈഡ് കയറി കഴിയുമ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ 3 ലക്ഷത്തിലധികം ഫിഷുകളും 300-ലധികം സ്പീഷീസുമാണ് ഉള്ളത്. പിരാനകൾ, ഗൗരാമി, റെഡ് ടെയിൽ കാറ്റ് ഫിഷ്, ഓസ്കർ, സിൽവർ അരോണ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. 2026 ജാനുവരി തൊട്ട് ഇവിടെ തുടങ്ങിയ പുതിയൊരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഡീപ്പ് വണ്ടേഴ്സ്. വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ച് മീനുകളെയും ലോകാത്ഭുതങ്ങളെയും ഒന്നിച്ചു കണ്ടാലോ, എങ്കിൽ അതാണ് ഡീപ്പ് വണ്ടേഴ്സ്. അങ്ങനെ വെള്ളത്തിനുള്ളിൽ ഇറങ്ങാതെ തന്നെ നമ്മൾ വെള്ളത്തിനടിയിലൂടെ ചെന്ന് നമ്മുടെ ലോകാത്ഭുതങ്ങളും ഫിഷസിനെയൊക്കെ കാണുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അപ്പോൾ അവർക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ. അവർ ഒരേ സമയം കുറച്ച് പേരെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫിഷ് സ്പാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഫിഷിനെ ഫീഡ് ചെയ്യാനും പറ്റും. അകത്ത് എന്താണെന്ന് നമുക്ക് പുറത്തുനിന്ന് ഒരിക്കലും ഊഹിക്കാനാവില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവരിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ കളർഫുൾ ഫിഷിനെയാണ്. അതിനുശേഷം വിൻറ്റേജ് മാതൃകയിലുള്ളൊരു കാർ അക്വേറിയവും നടുവിലൊരു സിലിണ്ട്രിക്കൽ അക്വേറിയം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഫിഷിൻ്റെ ഒക്കെ പേര് വിഡോട്ട് ടെട്രാസ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസും അവരുടെ സ്പീഷ്യസ് നെയിമും ഫാമിലി നെയിമും ഒക്കെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പെട്ടെന്ന് ഒരു ഫിഷിൻ്റെ അടുത്തു നിന്ന് വേറൊരു ഫിഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്ട് അവിടെ നിന്ന് അവരുടെ ആ സ്വിമ്മിങ്ങും അവരുടെ ആ മൂവ്മെൻറ്റും ഒക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു നിന്നാലേ നമുക്കിതൊന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ഏതോ കടലിൻ്റെ അടിയിലുള്ള ഗുഹയിലൂടെ നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചുവരിലൊക്കെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് ഹെഡിൻ്റെ ഫാമിലിയിലുള്ള ഒരു ഫിഷാണിത്. എനിക്ക് എല്ലാ ഫിഷിൻ്റെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് ഫിഷസിനൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ അബുദാബിയിൽ അക്വേറിയത്തിൽ. ഓരോ ഫിഷിൻ്റെ നെയിമും ഫാമിലി നെയിമും സ്പീഷ്യസ് നെയിമും അങ്ങനെയൊക്കെ എന്തൊക്കെയോ എല്ലാ ഡീറ്റെയിൽസ്, ചെറിയൊരു ഡീറ്റെയിൽസ് ആ ഫിഷ് ടാങ്കിൻ്റെ സൈഡിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നിന്ന് ഒന്ന് വായിച്ച് അവരുടെ ആ മൂവ്മെൻറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വേണം കേട്ടോ അവിടെ നിന്ന് പോകാനായിട്ട്. ഓടിപ്പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അക്വേറിയത്തിനുള്ളിൻ്റെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ അടിയിൽ കിടക്കുന്ന ഫിഷസൊക്കെ നമ്മളുടെ പ്രസൻസ് മനസ്സിലാക്കി അവർ ചിലപ്പോൾ മേളിലേക്കൊക്കെ വരാറുണ്ട്. ഇത് ഗ്രാസ് കാർപ്പാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ഫിഷസിൻ്റെ നെയിമും ഡീറ്റെയിൽസും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിത്രകലകളൊക്കെ കണ്ടോ, കടലിനുള്ളിലെ കൊട്ടാരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് പോലെയുള്ള ചിത്രങ്ങൾ. ഇതിൻ്റെ ഉള്ളിൽ നോക്ക്, നമ്മൾ പുറത്ത് കണ്ട തിരക്കൊന്നുമില്ല. നമുക്ക് വേണ്ട സമയമെടുത്ത് ഇഷ്ടം പോലെ ആസ്വദിച്ച് കാണാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാം ഒന്ന് കണ്ടുവരാം. നല്ല സിൽവർ കളർ ബോഡിയൊക്കെ ആയിട്ട് റെഡ് ടെയിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിനെ വാമ്പയർ ഫിഷ് എന്നും കൂടി വിളിക്കാറുണ്ട്. ആമസോൺ നദികളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഫിഷാണ് ഇത് കേട്ടോ. ഇതിന് കൂർത്ത പല്ലുകളൊക്കെ ഉണ്ട്. ഇവനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഇവരാണ് സിൽവർ അരോണ. ഇതിനെ ഡ്രാഗൺ ഫിഷ് എന്നും ചിലർ പറയാറുണ്ട്. ഈ കിടക്കുന്നതാണ് പ്ലാറ്റിനം ഗാർ. ഇത് ശരിക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇവൻ്റെ ഫേസ് കണ്ടില്ലേ, ക്രൊക്കഡൈലിൻ്റെ ഒരു ലുക്കാണ്. ഇത് കാറ്റ് ഫിഷ് ഫാമിലി വരുന്ന ഒരു ഫിഷാണ്. ഈ നേരെ കാണുന്ന ആൾക്കാർ നടന്നു പോകുന്നില്ലേ, അതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അണ്ടറിൽ വലിയ അരാപ്പൈമകളുണ്ട്. ഇത് കണ്ട നമ്മുടെ അലാവുദ്ദീനിലെ ഭൂതത്തെ പോലെ ഉണ്ടല്ലേ. യെല്ലോയിഷ് ബ്ലൂ കളറുള്ള ഇവരാണ് കേട്ടോ നൈൽ പേർച്ചുകൾ. പേര് പോലെ തന്നെ നൈൽ നദികളിലാണ് ഇവരെ കാണപ്പെടാറുള്ളത്. സീബ്രാസിനെ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളുള്ള ഇവരാണ് സീബ്ര തിലാപ്പിയാസ്. ഇവരല്പം ക്രൂരന്മാരായ ഫിഷുകളാണേ.
അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമുക്ക് ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരണം, എന്നിട്ട് വേണം ഇതിൻ്റെ മേളിൽ കയറാൻ. അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പം അരാപ്പയ്മകളെ നമുക്ക് കാണാൻ പറ്റും. എനിക്കത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. അവരങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ അങ്ങനെ അത്ര ഫ്രണ്ടിലേക്ക് വന്നില്ല. 2 പേരുടെ ഹെഡ് മാത്രം കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമുക്ക് ഏറ്റവും റിലാക്സേഷൻ തരുന്ന ഒരു പ്ലേസിലേക്കാണ്. ഇതാണ് കേട്ടോ വിശാലമായ ഫിഷ് സ്പാ ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് നല്ല റിലാക്സ് ആയിട്ട് നല്ല രീതിയിലുള്ളൊരു ഫിഷ് തെറാപ്പി ചെയ്യാം. അപ്പോൾ കാലിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിനുള്ളിലേക്ക് ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫിഷ് സ്പാ ചെയ്യുമ്പം കാണാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇങ്ങനെ പല തരത്തിലുള്ള അക്വേറിയത്തിൻ്റെ അകത്ത് പല ടൈപ്പിലുള്ള ഫിഷസിനെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നും നമ്മുടെ വർക്ക് ലൈഫിലെ സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഇത്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇതിലും കൂടുതൽ ഒരു അടിപൊളി പ്ലേസിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കാൻ പറ്റും. ഇത് കൂടാണ്ട് ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളുണ്ട്. നിശ്ചിതയുടെ ഒരു മെർമെയ്ഡിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കോഫി ഷോപ്സ് കൊടുത്തിട്ടുണ്ട്. കോഫി, സ്നാക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഒക്ടോപ്പസിൻ്റെ മാതൃകയിലാണ് കേട്ടോ അവരത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിലുള്ള ഒരു അക്വേറിയം, നമുക്കിതിൻ്റെ ഇൻസൈഡിൽ കൂടി കയറി നിന്ന് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറമേ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, വാ. അപ്പോൾ ഇതേപോലത്തെ ഞാനിത് നേരത്തെ നമ്മുടെ അബുദാബിയിലുള്ള അക്വേറിയം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇനി ഒരിക്കൽ അവിടെ പോകുമ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അക്വേറിയം ഫിനിഷ് ആയിട്ടില്ല കേട്ടോ, ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ളൊരു റിലാക്സേഷൻ ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ചായയോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം കുറേ ഉണ്ട് നടക്കാനായിട്ടും കാണാനായിട്ടും. അപ്പോൾ ഞങ്ങളിത് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ വീണ്ടും മറൈൻ വേൾഡിൻ്റെ അകത്തളങ്ങളിലേക്ക് കയറാൻ പോവാണ്. ഇതൊരു സ്നോ ഏരിയ പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കുറച്ച് പെൻഗ്വിൻസും കുറച്ച് തെരണ്ടികളും കുറച്ച് കോയിക്കാർപ്സും ഒക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട്സ് ഉണ്ട്. പിന്നെ അവരവിടെ നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അതിനെന്തോ ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ കിട്ടുകയൊക്കെ ചെയ്യും. ഗ്രൂപ്പായിട്ടൊക്കെ ചെല്ലുന്നവർക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ആ പോളാർ ബിയറിൻ്റെയും പെൻഗ്വിൻ്റെയൊക്കെ സൈഡിലായിട്ട്. അതിനുശേഷം നമ്മളിതേ ഒരു ഷാർക്കിൻ്റെ വായ്ക്കുള്ളിലൂടെ കടന്ന് ഇൻസൈഡിലേക്ക് ചെല്ലുമ്പോൾ ഫിഷിൻ്റെ ഒരു വലിയ ലോകമാണ് അവിടെ നമുക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്നത്. അക്വേറിയത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഷസ് ആണ് കേട്ടോ ക്ലൗൺ ഫിഷ്. അവരാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്ലൗൺ ഫിഷിൻ്റെ കൂടെ കാണുന്നത് ഫ്ലവർ അല്ല, അത് കടലിൽ തന്നെ താമസിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. ഇവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇവർ പ്രഡേറ്ററാണ്. കാരണം രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് അവർ താമസിക്കുന്നത്. സീ അനീമനി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഒരു ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ ടട്ടിൽസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ആംബിയൻസ് തരുന്നൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫീല്, ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി, ഒരു റെയിൻ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി ഒരു ഫീല് നമുക്ക് കിട്ടും.
ഈ കല്ല് പോലെ കാണുന്നതൊക്കെ ഫിഷസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഫിഷസിൻ്റെ നെയിംസൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് നേരെ താഴേക്ക് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്താന്ന്. ഇതൊരു ബീറ്റ ഫിഷുകളുടെ ലോകമാണ് കേട്ടോ. ഈ ചെറിയ സിലിണ്ടറിക്കൽ അക്വേറിയത്തിലൊക്കെ ഇട്ടേക്കുന്നത് പല ടൈപ്പിലുള്ള ബീറ്റ ഫിഷസിനെയാണ്. അപ്പം ഏകദേശം 70 സ്പീഷീസോളം ബീറ്റ ഫിഷസ് ഉണ്ട്. അപ്പോൾ അവരെയാണ് കേട്ടോ പല ടൈപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ സിലിണ്ടേഴ്സിലാണ് അവർ ഇട്ടേക്കുന്നത്. അടുത്ത് നമുക്ക് ബലൂൺ പോലെ വീർക്കുന്ന ഫിഷിനെ കണ്ടാലോ. ഇവരാണ് പഫർ ഫിഷ്. ഇത് പഫർ ഫിഷിൻ്റെ ഫാമിലി പെടുന്ന ഒരു ഫിഷാണ്. ഐസൊക്കെ നല്ല വലുതാണ്. ഇവർക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റുമെന്ന് തോന്നി ഇവരുടെ ശരീരം ഇവർ ബലൂൺ പോലെ വീർപ്പിക്കും കേട്ടോ. ഈ ഒരു മനുഷ്യഗുഹയുടെ വായിലൂടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഫിഷുകളുടെ ലോകത്തേക്കാണ് ചെല്ലുന്നത്. ഈ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ആദ്യം കണ്ട റെയിൻ ഫോറസ്റ്റിലെ അതിൻ്റെ അണ്ടറിലുള്ള ഫിഷസ് ആണ്. ഇനിയാണ് വേറെ അത്ഭുതം. കല്ല് പോലെ ഇരിക്കുന്ന ഒരു ഫിഷ്. ഇതിൽ കല്ലേതാ ഫിഷ് ഏതാന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. ഈ കാണുന്നതല്ല ഫിഷ്, ഇതിൻ്റെ അപ്പുറത്താണ് ഫിഷ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ കല്ല് പോലെ ഇരിക്കും. റീൽ സ്റ്റോൺ ഫിഷ് എന്നും കാണണം കേട്ടോ ഇതിൻ്റെ പേരിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അവനെ കാണാൻ പറ്റും. ഇതാണ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, അവൻ്റെ പല്ലും കണ്ണും ഒക്കെയാണ് ഇത് ഈ ചൂണ്ടി കാണിക്കുന്നത്. ഈ ടർട്ടിലിൻ്റെ മേളിലെ സ്പെഷ്യൽ അക്വേറിയത്തിൽ കിടക്കുന്നവരാണ് മാർബിൾ ഗാർ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ക്രൊക്കഡോയിലിൻ്റെ പോലത്തെ ഫേസൊക്കെ ഉണ്ട്. ഇവർ ഡൈനോസറിൻ്റെ കാലം മുതലേ എക്സിസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു സ്പീഷ്യസ് ആണ്. ഈ ഓന്തിനെ പോലെയൊക്കെ ഇരിക്കുന്ന ഇതൊരു ജീവിയാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതൊരു ടൈപ്പ് ഫിഷാണ് കേട്ടോ. ഇവരുടെ കാലോ വാലോ ഒക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വളരും, നമ്മുടെ പല്ലിയുടെയൊക്കെ പോലെ. അടുത്തൊരു വെറൈറ്റി ഫിഷാണ് കേട്ടോ ഇതൊരു തരം ഈലാണ്. പാമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു തരം ഫിഷ്. പാമ്പിൻ്റെ പോലുള്ള രൂപവും ആ യെല്ലോ സ്പോട്ടും ഒക്കെയാണ് കേട്ടോ ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ഇവരുടെ പല്ല് നമുക്ക് പുറത്ത് കാണാൻ പറ്റും. യെല്ലോ സ്പോട്ടഡ് മൊറയിൽ എന്നാണ് കേട്ടോ ഇവരുടെ ഫുൾ നെയിം. ഇവരുടെ മൂവ്മെൻ്റൊക്കെ കണ്ടു വയ്ക്കാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടാൽ രാക്ഷസന്മാരുടെ പോലത്തെ മുഖമുള്ള ഇവരാണ് ടൈറ്റൻ ട്രിഗർ ഫിഷ്. ഇവർക്കുണ്ടല്ലോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്പൈൻ ഉണ്ട്. അത് വെച്ച് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല ടൈപ്പ് ഫിഷസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം എല്ലാം ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങളിവിടെ ഡയറക്റ്റ് വന്ന് നോക്കുക, അപ്പോഴേ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റൂ. നമ്മൾ ശരിക്കും കണ്ടു മടുക്കും, കാരണം അത്രയ്ക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഇതും ഒരു അടിപൊളി ഫോട്ടോ സ്പോട്ടാണേ. ഇനി നമുക്ക് ഒറ്റയ്ക്കിട്ട സ്ട്രെസ് അടിക്കുന്ന ഫിഷസിനെ കണ്ടാലോ. ഇതാണ് കേട്ടോ, ഇവരാണ് ആൽബിനോ ടിൻഫോയിൽ ബാർബ്. ഇവർ ഗ്രൂപ്പായിട്ട് മാത്രമേ ഇടാറുള്ളൂ, കാരണം ഒറ്റയ്ക്ക് ഇടാറേ ഇല്ല. ഇവരുടെ ബോഡി നല്ല ഷൈനിങ്ങും റെഡ് ടെയിലും ഒക്കെയാണ് കേട്ടോ വരുന്നത്. ലൈറ്റ് അടിക്കും തോറും ഇവരുടെ ബോഡിയുടെ ഷൈനിങ്ങും കൂടും. പിന്നെ ഇവർ ഫാസ്റ്റ് സ്വിമ്മേഴ്സും കൂടിയാണ്. ഇതിനുള്ളിലൊക്കെ ടൈഗർ ബാബ്സ് ആണ്.
പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇതുപോലെ നല്ല വൈറ്റ് റെഡിഷ് കളറിൽ നല്ല ഗ്രൂപ്പ് ഓഫ് ഫിഷസിനെ കാണാൻ പറ്റും. ഇവരും ആൽബിനോ ഫാമിലി തന്നെ പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആണേ. ഈ ഒരു പോണ്ടിലും അലിഗേറ്റർ ഫാമിലിയിലുള്ള ഫിഷസ് ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓക്സിജൻ എയറിൽ നിന്ന് എടുക്കാൻ പറ്റും. നല്ല കറുപ്പിൽ ബ്ലാക്ക് ഡിസൈനുള്ള തെരണ്ടികളെ കണ്ടിട്ടുണ്ടോ? ദേ അവന്മാരാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പിരാനകളാണ്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് നമ്മുടെ ക്യാറ്റ് ഫിഷിൻ്റെ ഫാമിലിയിലുള്ള ഫിഷുകളാണ്. ഇനിയാണ് നമ്മുടെ അവസാനത്തേതും നമ്മുടെ മെയിൻ ഹൈലൈറ്റുമായ അണ്ടർ വാട്ടർ ടണൽ.
നമ്മുടെ വലിയ വലിയ അരാപ്പൈമകളൊക്കെ നമ്മുടെ തലയ്ക്ക് മീതെ കൂടെ നീന്തി നടക്കുന്ന കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാഴ്ചകളായിരുന്നു. നമുക്ക് വിശ്വസിക്കാനാവില്ല ഇത്രയധികം മീനുകളൊക്കെ നമ്മുടെ ഈ ലോകത്തുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ തീർന്നില്ല, നമുക്കിനി ഫിഷ് ഫീഡിങ്ങും കൂടി ഉണ്ട്. അങ്ങനെ ഫിഷ് ഫീഡിങ്ങിന് നമ്മൾ എത്തിയേക്കാണ്. ഇവരെ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾ നമുക്ക് ഫുഡ് തരും. അത് നമുക്ക് ഫിഷസിന് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ തന്നെ എല്ലാവരും ഓടി അങ്ങ് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.